രാത്രി ഉറക്കില്ലാതെ ഇങ്ങനെ പേടിച്ച് കിടക്കുന്ന സമയത്ത് അന്ന് അച്ഛമ്മ മരിച്ച സമയമായിരുന്നു. വീട്ടിൽ തറവാടാ, ഞങ്ങളൊരു 10-18 ആളൊരു വീട്ടിലാ. എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രി ഇങ്ങനെ ഒരു ജനവാതിൽ ഇങ്ങനെ കിടക്ക് 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 എന്ന് പറഞ്ഞാൽ കുറ്റി ഇളകുക, കാറ്റത്തായിരിക്കാം. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു ഞാൻ- ഹാലൂസിനേഷൻ ആയിരിക്കും. ഞാനത് ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. ഞാനത് പ്രേതം ഇതില് എന്നുള്ള ഒരു ഇതിലേക്ക് തുള്ളി കലർപ്പില്ല കേട്ടോ. ഞാനത് കണ്ടിട്ടുണ്ട്. രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച് കണ്ടു? ചേട്ടനും കൂടെ ഞാനത് കണ്ടു. പറഞ്ഞില്ല, ഞാൻ അവളോട് പറഞ്ഞില്ല. അതൊരു നട്ടപ്പാതിരിക്ക് ഒരു ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അതൊക്കെ ഞാൻ വളരെ പേടിച്ചു പോയൊരു സംഭവമാണ്. അത് ഇപ്പൊ പറയുന്ന പോലെയല്ല. ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഇപ്പൊ ആൾക്കാർക്ക് പറയുമ്പോ ഇവൻ എന്ത് തള്ളാണെന്നൊക്കെ തോന്നും. പക്ഷെ ആ സിറ്റുവേഷൻ വല്ലാണ്ട് പേടിച്ചിരുന്നു. ഇത്രയും സ്നേഹം കാണുമ്പോൾ നിങ്ങൾ മരണം വരെ ഒരുമിച്ച് സന്തോഷമായി ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും ചേർത്ത് വന്ന് നമ്മൾ ജീവിതമാണ്, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അതെ, ഇപ്പൊ നമ്മള് നടന്നു പോകുമ്പോ കാലിന്റെ അടിയിൽ ഒരു ഉറുമ്പിനെ നമ്മൾ ചവിട്ടി കൊന്നു നമ്മൾ അറിയില്ല. അതുപോലെ ആയി പോയത് ലൈഫ്. ആരും അറിയാത്തൊരു ജീവൻ അവിടെ പോയി. ഏട്ടൻ ഒന്നും അല്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രേമിക്കുമ്പോഴും എന്റെ ബോഡി എന്റെ ബോഡി പൊതുദർശനത്തിന് വെക്കാനുള്ള റേഞ്ച് ഉണ്ടാക്കിയിട്ട് മരിക്കണം. അത് ഏത് രീതിയിലായാലും കുഴപ്പമില്ല, അങ്ങനെ പറയാറുള്ളത്. അത് വല്ലാത്തൊരു സൈക്കോഡലിക് ആഗ്രഹമായില്ലേ. പാലക്കാട് നിന്ന് അവളൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ തുറക്കുമ്പോ ഒരു മ്യൂസിക്കും ഐ ലവ് യു എന്ന് വരുന്ന ഒരു സാധനം. പണ്ട് മറ്റേ കാർഡ് തുറക്കുമ്പോ അതൊരു റിങ്. അത് ആ മ്യൂസിക്കിന്റെ കൂടെ അതെന്തിയേ ആ കാർഡ് ഇവിടെ ഉണ്ട്. എവിടെ? ചുവന്ന ഞങ്ങളുടെ നെമ്മാറ നാട്ടില് കാടുണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടനാ പുള്ളി ഇതുപോലെയൊക്കെ ചെയ്യും. പുള്ളിക്ക് അതിന്റെ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളെടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ. അന്ന് പറ്റില്ലല്ലോ, റിസ്ക് അല്ലേ, ആരും അറിയാൻ പാടില്ല. അയ്യോ, അത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ചാമ്പി സൂക്ഷിച്ച് വെച്ച് പൈസയൊക്കെ സ്വന്തമായിട്ട് വളരെ പ്രൗഡായിട്ട് വാങ്ങിയ ഓ ഇതിൽ വരെ എന്ത് വേണം? കൗണ്ടർ അടിച്ചതിൽ വെച്ച് അത് ഉണ്ടാക്കി പാളിപ്പോയി. ഞാന് സാമ്പാറിന്റെ ഓർമ്മയില് വീട്ടിൽ കായപ്പൊടി കൊണ്ടുപോയിട്ടടാ. അയ്യോ, വീട് മൊത്തം കായപ്പൊടി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇன்று സൗഖ്യമേ. പ്രജി നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മളെടുത്തും പല ആൾക്കാരും പ്രജിന്റെ അടുത്തും വന്ന് ചോദിക്കുകയല്ലേ ഇനി എന്താണ് നെക്സ്റ്റ്, ഇനിയിപ്പോ മൂവിയാണോ അല്ലെ ഇപ്പൊ ഇങ്ങനെ ചേട്ടന് നെക്സ്റ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പം ഹാപ്പി ആയിട്ട് പറയാറില്ല കേട്ടോ. ഞാൻ അത് പറയാറേ ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. അതായത് പാസ്റ്റിൽ കൂടെ നിന്നവരെ മനസ്സിൽ വെച്ചിട്ട് പ്രസന്റിൽ ജീവിക്കും. അത്രേ ഉള്ളൂ. നാളെ എന്താ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പറയും ഇത്രയും സ്നേഹം കാണുമ്പോൾ നിങ്ങൾ മരണം വരെ ഒരുമിച്ച് സന്തോഷമായി ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും ചേർത്ത് വന്ന് നമ്മൾ ജീവിതമാണ്, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഞാനിപ്പോ ഞാൻ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, 4 ആൾക്കാരെ അറിഞ്ഞിട്ട് അവൻ പോയതൊരു നമ്മൾ അങ്ങനെ ഒരു ഫീലെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സിഗ്നേച്ചർ ബാക്കി. ചില ആളുകൾ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ബെസ്റ്റ് ആണെന്ന് കുറച്ചേ വാരെങ്കിലും പറയും. അപ്പൊ ഞാനിപ്പോ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ ന്യൂസ് കണ്ടു, ഒരാള് മരം വെട്ടി മുറിച്ചിട്ട് കരഞ്ഞത് റോഡ് സൈഡിൽ മരം. അത് എത്രയോ ആളുകൾക്ക് ഒരു തണലാണത്, ഒരു മരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് നടന്നു പോകുമ്പോ കാലിന്റെ അടിയിൽ ഒരു ഉറുമ്പിനെ നമ്മളെ ചവിട്ടി കൊന്നു നമ്മൾ അറിയില്ല. അതുപോലെ ആയി പോരുത് ലൈഫ്. ആരും അറിയാത്തൊരു ജീവൻ അവിടെ പോയി. നമ്മൾ നടന്നു പോകുമ്പോ ഒരു ഉറുമ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ അത് ചത്ത് പാവം, അതിനൊരു ലൈഫ് ഉണ്ടായിരുന്നു, അത് തീർന്നു. അങ്ങനെ ആവരുത് നമ്മൾ ആരതും. എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് 4 ആൾക്കാര് ഒരു 16ഓടൊക്കെ തീരുന്ന ബന്ധമാവരുത്. ഒരുപാട് മണിച്ചേട്ടനൊക്കെ കണ്ടില്ലേ, ആൾക്കാരെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചില്ല. എന്തിന് നമ്മളെ ജയനൊക്കെ മരിച്ചത് ഇപ്പോഴും ഇപ്പത്തെ ജനറേഷനും ആൾക്കാര് ആളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ. അയ്യോ, അതൊരു അങ്ങനെ ഒരു സിഗ്നേച്ചർ അത്രത്തോളം ഒന്നും ആയില്ലെങ്കിലും നമ്മൾക്ക് ഒരാളെ പറയുമ്പോ ഇവനാണ്, ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ എന്റെ ഒരു ഫ്യൂച്ചർ ആഗ്രഹം. ഞാൻ അന്നും അതേ ഏട്ടൻ പറയാം. ഏട്ടൻ ഒന്നും അല്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രേമിക്കുമ്പോഴും എന്റെ ബോഡി പൊതുദർശനത്തിന് വെക്കാനുള്ള റേഞ്ച് ഉണ്ടാക്കിയിട്ട് മരിക്കണം. അത് ഏത് രീതിയിലായാലും കുഴപ്പമില്ല, അങ്ങനെ പറയാറുള്ളത്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഞാൻ എപ്പോഴും സ്കൂൾ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഒരു അതെ, അത് വല്ലാത്തൊരു സൈക്കോഡലിക് ആഗ്രഹമായി പല ആൾക്കാരും തിങ്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് അതായത് നമ്മളെ ആൾക്കാർ അറിയപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ അല്ലാതെ വേറെ വലിയ ആഗ്രഹമൊന്നുമില്ല. മറ്റേ ഇന്ത്യൻ ഫ്ലാഗ് വെച്ച് വെട്ടിപ്പൊട്ടിച്ച് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇത്രയെങ്കിലും അതിലേക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ഞാന് ഇപ്പം പാസ്റ്റിലുള്ള ആളുകളെ മനസ്സിൽ വെച്ച് പ്രസന്റിൽ ജീവിക്കും.
സൂപ്പർ. ഇനി ഒരു സ്മോൾ 2 സെഗ്മെന്റ് ഓക്കെ 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 ഷോർട്ട് പരിപാടി ഓക്കെ പോവാം. ഓക്കെ ശരി. ബെസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് മ്യൂച്വലി തന്നതാവാം, ഉം. ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ഒരിക്കലും വിലയിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഒരു ബെസ്റ്റ് സർപ്രൈസ് ഈവൻ ഇഫ് ഇറ്റ്സ് വെരി സ്മോൾ തിങ്. എനിക്ക് അവളെ തന്നെ ഫസ്റ്റ് എനിക്ക് തന്നെ പാലക്കാട് നിന്ന് അവളൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ലെറ്റർ തുറക്കുമ്പോ ഒരു മ്യൂസിക്കും ഐ ലവ് യു എന്ന് വരുന്ന ഒരു സാധനം. പണ്ട് മറ്റേ കാർഡ് തുറക്കുമ്പോൾ കാർഡ് തുറക്കുമ്പോ അതൊരു റിങ് റിങ്, അത് ആ മ്യൂസിക്കിന്റെ കൂടെ നമ്മൾ ആ കാർഡ് തുറക്കുമ്പോ ഐ ലവ് യുന്റെ കൂടെ ഒരു റിങ് ഇങ്ങനെ ഫിംഗറിലേക്ക് പോകുന്ന, ഓക്കെ. ആ തുറക്കുമ്പോ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ആ റിങ് കയറും. അതെന്തിയേ ആ കാർഡ് ഇവിടെ ഉണ്ട്, എവിടെ? ആ കവറിൽ ചുവന്ന ചോറില് അതാണ്. അതൊരു ഭയങ്കര, ഞാൻ അങ്ങനത്തെ ഒരു കാർഡ് ആദ്യമായിട്ടാ കാണുന്നത്. ആ മ്യൂസിക് ഓർമ്മയുണ്ട്? ഏത് മ്യൂസിക് ആയിരുന്നു അന്നത്തെ ടൈമിലെ മ്യൂസിക് എന്ന് പറയുമ്പോൾ? ഏത് ധൂമചാലയൊന്നുമല്ല പോടുന്നത്. ഏറ്റവും കൂടുതൽ മ്യൂസിക് ലവ്. ഇത് പണ്ട് ഒരു ഹിന്ദി സോങ് ഇല്ലായിരുന്നോ നമ്മുടെ ഋത്തിക് റോഷന്റെ? ഫനയല്ല, ഋത്തിക് റോഷന്റെ മറ്റേ പാട്ട്. കൂടുതലും ആ മ്യൂസിക് നമ്മൾ കുറേ ഇതായിരുന്നു. അന്നത്തെ അങ്ങനെ ഏതോ ഒരു connection, ഒരു ഹിന്ദി, ഒരു റൊമാൻറ്റിക് ഒരു music. ഞാൻ ആ കാർഡ് കസ്റ്റമൈസ് ചെയ്തതാ, അറിയോ? ഞങ്ങളുടെ നെമ്മാറ നാട്ടില് കാർഡ് ഉണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടനാ പുള്ളി. പുള്ളി ഇതുപോലെയൊക്കെ ചെയ്യും, പുള്ളിക്ക് അതിന്റെ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളെടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ. അന്ന് പറ്റില്ലല്ലോ, റിസ്ക് അല്ലേ, ആരും അറിയാൻ പാടില്ല. ആ അയ്യോ, അത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ചാമ്പി 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 സൂക്ഷിച്ച് വെച്ച് പൈസയൊക്കെ. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്തു തരണം, മോതിരം ഇടുന്ന പോലെ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടൻ ഉണ്ടാക്കി തന്നെ എനിക്ക്. ഞാനും പണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പം നമുക്ക് കറക്റ്റ് പറ്റിയ ആളാണെങ്കിൽ ഇതൊക്കെ മേടിച്ചു കൊടുക്കാം. പക്ഷെ ഒരു പ്രയോജനം, തിരിച്ചു കിട്ടുന്ന ഒരു കട്ടറ. സത്യമാടാ, നമ്മള് ക്രിസ്മസ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുമ്പോഴല്ലേ ചിലര് ബലൂണൊക്കെ ആയിട്ട് വരും. ഓ സങ്കടം വരും. അല്ല, ആ സമയത്തെ തോന്നലുകളാണ് കേട്ടോ. തിരിച്ച് എനിക്ക് അങ്ങനെ മെമ്മറബിൾ, ഞാൻ കഴിഞ്ഞ എൻ്റെ എല്ലാം പ്രചേട്ടനാണല്ലോ വാങ്ങി തരുന്നത്. അപ്പം എനിക്കൊരു സർപ്രൈസ് ആയിട്ട് എന്ന് പറയാൻ, ഫസ്റ്റ് ആയിട്ട് ഏട്ടൻ ഇത് ഒരു, ഞങ്ങൾക്ക് ഗോൾഡ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കഷ്ടപ്പാടും ബഹളമൊക്കെ ആയിരുന്നില്ലേ. അപ്പം എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഏട്ടൻ ഒരു സെറ്റ്, ഒരു മാലയും കമ്മലും സ്വർണ്ണത്തിൻ്റെ കുഞ്ഞി നല്ല ഭംഗിയുള്ളതെന്ന് വാങ്ങി തന്നു. അത് ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത്. അതേ ഉള്ളൂ ഒരു ഭയങ്കര സർപ്രൈസിങ് ഗിഫ്റ്റ്. കാരണം അന്ന് ഒരു സ്വർണ്ണം വാങ്ങാനുള്ള സ്ഥിതിയിലായിരുന്നില്ല ഏട്ടൻ. അത് ഞങ്ങൾ ആ ടൈമിൽ, അപ്പം ഏട്ടൻ അത് എത്രത്തോളം കഷ്ടപ്പെട്ടു അത് വാങ്ങാന്നുള്ള ഒരു സാധനം ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. അത്രയും പൈസ ഒക്കെ കുറവുള്ള ഒരു കാലത്തായിട്ട് അത് വാങ്ങിക്കൊണ്ട് തന്നെ എങ്ങനെയെന്ന് അന്ന് അപ്പനോട് പറഞ്ഞു, മോക്ക് വേണ്ടിയല്ലേ, ഞാനങ്ങ് സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. അതാണ്, ബാക്കി പിന്നെ എല്ലാ ഏട്ടൻ തന്നെ എല്ലാം. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ വോൾവോ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ ഒരു സുഖം തോന്നി. കഷ്ടപ്പാടും തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രഗിളും കഷ്ടപ്പാടും. ഓരോരുത്തരും ഓരോ വണ്ടിയൊക്കെ കൊണ്ടു നടക്കും. വന്നേ നമ്മളിങ്ങനെ നോക്കി, ഓ എന്തായാലേ നല്ല വണ്ടി. പോളോ എടുത്തൊക്കെ കലിയില് റെഡ് പോളോ വന്നിട്ട് അന്നൊരു സ്വപ്നമായിരുന്നു. കലി കണ്ട സമയത്ത് റെഡ് പോളോ കണ്ട് അന്ന് കൊതിച്ച് മേടിച്ച ഏട്ടനത്. അപ്പൊ അതായിരുന്നു സംഭവം. സിനിമ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ അത് തന്നെ ആവാം. സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് സിറ്റുവേഷൻ, എടുത്ത പടം റിലേറ്റഡ് ആവാം അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണോ? അല്ല, സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരും അത് ശരി. ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ആ സിനിമയിലേക്ക് മൂവ് ചെയ്ത ആ ഒരു സമയം അത് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലായി. ഇനി അത് ഒരിക്കലും ചെയ്യില്ല, അല്ലെ ഇനി ഒരിക്കലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? ഇനി അത് കല്യാണം. വളരെ ഇതുവരെ പറഞ്ഞതിലേക്ക് ഏറ്റവും ബെസ്റ്റ് സെൽഫ് റോൾ എന്നൊക്കെ. അതിന് പ്രതി കൈ അടിക്കുന്നു. ഫ്രണ്ട്സ് ആയിട്ട് അല്ല, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പോ ഫ്രണ്ട് കാര്യമില്ല. ഞാനത് ചുമ്മാ ഒരു ഫണ്ട് പറഞ്ഞത്. എന്റെ ചേട്ടൻ പൊളിയാണേ. സ്വന്തമായിട്ട് വളരെ പ്രൗഡായിട്ട് വാങ്ങിയ ഇത് അതാണ് ആ ഒരു സംഭവം. ഓ, ഇതിൽ പറ എന്ത് വേണം? കൗണ്ടർ അടിച്ചതിൽ വെച്ച് സത്യ. അത് എനിക്ക് എപ്പോഴും അവളുടെ ഒരു, എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആ വൈഫ്. എല്ലാവരുടെ ജീവിതത്തിൽ അതങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ നിന്നത്, ഞാൻ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിയപ്പോഴും കൂടെ കാല് വെച്ച് തരാനും, അതിനുശേഷം എനിക്ക് ഫ്രണ്ട്സും സപ്പോർട്ടും എല്ലാം ഉണ്ടായത്. അതിന് ശേഷമാണ് എൻ്റെ ഇപ്പോൾ ഡാഡി അമ്മ ആണെങ്കിലും അമ്മേൻ്റെ ഒരു സ്നേഹം ഭയങ്കര വലുതാണ്, ഡാഡീൻ്റെ വേറൊരു രീതിയാണ്. പക്ഷെ നമ്മളെ കൂടെ ഒരുമിച്ചൊരു ബോണ്ടിങ്, അതായത് അമ്മ ഡാഡീൻ്റെ നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ എടുത്ത് വളർത്തി പാൽ ഊട്ടിയതൊക്കെ
നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു 6 വയസ്സിന്റെ മുകളിലുള്ള ഓർമ്മകളെ നമുക്ക് ഉണ്ടാവും. അതെ. പക്ഷെ നമുക്കൊരു അവരുടെ സ്നേഹം അന്നും ഇന്നും ഒരുപോലെ. നമ്മ വൈഫ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പോൾ അതിന്ന് ഉണ്ടാവുന്ന ചേഞ്ചാണ് ഒരു മനുഷ്യന്റെ ഫ്യൂച്ചർ. ഒരു അതില് എൻ്റെ ജീവിതത്തിൽ ഇവളെ കെട്ടിയതിന് ശേഷം എനിക്കുണ്ടായത് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അവൾ തന്നെയാണ് പ്രഷ്യസ്. അത് ഞാൻ എപ്പോഴും പറയും, അവളെ കെട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാലങ്ങൾ ഇതുവരെ എപ്പോഴും പറയുന്നതാണ് ഇതുവരെ. ഓക്കെ, അതെനിക്ക് ഇപ്പോഴും പ്രഷ്യസ് ആര്യമോളാണ്. അതാണ് ഏറ്റവും വലിയ പകച്ചു പോയി എന്റെ ബാല്യം. ഓക്കേ. അതുണ്ടാക്കി പാളിപ്പോയി. ഒരു ഫുഡായിരിക്കാം ഈ അടുത്ത്. അയ്യോ, ഒരു ബീഫ് കറി കായോട്ട് ബീഫ് കറി ഉണ്ടാക്കി. കായ വിട്ട ഞാന് സാമ്പാറിന്റെ ഓർമ്മയില് ബീഫിന് കായപ്പൊടി കൊണ്ടുപോയിട്ടടാ. അയ്യോ, അത് ഞാൻ വീട് സംഭവം മൊത്തം കായം ഒരു വഴിയായി. ഇന്നാണോ ആ നടന്നത്? ഉലുവ കായം ഒരു എന്നുള്ളത് ഒരു മാറിപ്പോയി. 2 മാസം ഇന്നല്ലല്ലോ. അല്ലല്ല 2 months back. നിങ്ങളല്ല ബലിയാടുകൾ, നിങ്ങളല്ല. Okay, Don't പക്ഷെ worry. അതൊക്കെ ഞാൻ ഇവരെ കൊണ്ട് കഴിപ്പിച്ചു. ഈ മനുഷ്യൻ പിന്നെ ആ വെള്ളം സെപ്പറേറ്റ് സ്ട്രെയിൻ ചെയ്ത് ആ ബീഫ് വീണ്ടും റീകുക്ക് ചെയ്ത് ജീരകെല്ലാം കൂടെ ഇട്ട് റീകുക്ക് ചെയ്ത് പാവട്ടെ. ഞാൻ പിന്നെ റിയാക്ട് ചെയ്യും. ശ്രീയാടിന ശ്രുതി അങ്ങനെയല്ല, പ്രജേട്ടൻ കൊല്ലോന്ന് മേടിച്ച് ഇവര് കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. കായം ചോദിച്ചിട്ടുണ്ടല്ലോ, കായമല്ലേ അതൊരു ഇച്ചിരി മതി. ഞാൻ ഫുഡിന്റെ ഉലുവ ടെക്സ്ചറേ മാറും. മാറിപ്പോയതാ. ഉലുവപ്പൊടി മാറി കായപ്പൊടി എടുത്തിട്ടു. അതും വളരെ വാരി വിതറി ഒരുപാട് ഇട്ടിട്ടുണ്ടോ? ഒരുപാട് ഇട്ടു. ഞാൻ ഉലുവ ഇടുന്ന പോലെ ഇട്ടുപോയി. കുഴപ്പമില്ല, ബീഫ് കായം ഫ്രൈ. ഓക്കെ. ആരാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നത്? ആര്യമോള്. ഒരാള് ഡിപ്ലോമാറ്റിക് ആയിരിക്കും ചിലപ്പോൾ. ഞാനാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആര്യമോള് ഇപ്പൊ ചില സംഗതികൾ അവളെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന എനിക്ക് പോലും അത്ര അങ്ങോട്ട് എനിക്ക് ചിലപ്പോ ഇറിറ്റേഷൻ ആവും. ചില കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോൾ ഞാൻ നല്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യല്ലേ, ചില കാര്യങ്ങൾ അങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ അതാണ് കറക്റ്റ് തോന്നാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ സിറ്റുവേഷൻ അപ്പുറത്തിപ്പുറത്തൊന്നും ആലോചിക്കും. നീ വേണ്ട അവള് സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തടിച്ച മാതിരി പറയാന്നില്ല. കാര്യം ഞാൻ കാര്യം പോലെ തന്നെ പറയും. അത് ഉള്ള പോലെ പറയും. ഫിൽട്ടർ ചെയ്യത്തില്ല. ഇല്ല. എനിക്ക് ഫിൽട്ടർ ചെയ്യുന്ന ഇഷ്ടമല്ല. കുറച്ചും കൂടെ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പറയുന്നത് ഞാൻ അങ്ങനെ അല്ലേ? ഒന്ന് ഡിപ്ലോമാറ്റിക് വേണമെങ്കിൽ അതിന് പറയാം. ഞാൻ കുറച്ചും കൂടെ ഒന്നുകൂടെ പോളിഷ് ചെയ്യും. കറക്റ്റ്. ഫിനാൻഷ്യൽ കൺട്രോൾ കൂടുതലും രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നത് ഒരിക്കലും ഒരു കൺട്രോളും ഇല്ല. ഇതുവരെ പണ്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഇല്ല. ഇതുവരെ നമ്മള് എല്ലാവരും പറയും എന്തേലൊക്കെ എടുത്തു വെക്കി ചെയ്തു വെക്കി. അത് നേരത്തെ ഞങ്ങക്ക് ഒരു സേവിങ്സും ഇല്ലല്ലോ. ഒന്നുമില്ലടാ, ഒരു savings ഇല്ല ആർക്കാളിയാ ഉള്ളതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ല, എന്നാലും പറയും ഏട്ടന്റെ അടുത്ത് എല്ലാരും പറയും ഇത്രയൊക്കെ ഏൺ ചെയ്യുന്നില്ലേ. ഏട്ടൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ കൂടുതലായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് അപ്പൊ ചെലവാക്കണം. എനിക്കും അങ്ങനെ എനിക്ക് മീൻസ് ആർക്കെങ്കിലും വാങ്ങി കൊടുക്കണം എന്തെങ്കിലും. ചെലവാക്കുന്നത് ഏത് രീതിയാവാം? ലൈക്ക് എങ്ങനെ ഫുഡ് അടിക്കും, കറക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്നത്തെ സന്തോഷം എന്താണോ അത്. അന്ന് ഇപ്പൊ എന്താണ് നമുക്ക് ചിലപ്പോ ഫുഡ് കഴിക്കാനാണോ, ചിലപ്പോ നമ്മള് ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ ഇത്ര വലിയൊരു കാറിന്റെ ആവശ്യപ്പെടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ അത് ആ പ്രൊഫൈല് അങ്ങനെ നമ്മൾ വെറുതെ സെൽഫ് കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് അതൊക്കെ അനാവശ്യ ചെലവ് ആണോ ചോദിച്ചാൽ അങ്ങനെ തിങ്ക് ചെയ്യാം. ഇപ്പൊ എന്തും ഇങ്ങനെ എല്ലാം ഒരു കൺട്രോൾഡ് അല്ല നമ്മള് പട്ടം പോലെ ജീവിതം. അതെന്താന്നറിയാം, വേറെ പറഞ്ഞാൽ നമുക്ക് ചുറ്റും സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടും ആയിരിക്കും അല്ലെ മോളെ. അതായിരിക്കും. ഞാനിപ്പോ കിടന്നു പോയാലും എന്നെ നോക്കാൻ ആൾക്കാരുണ്ട്. ആര്യമോള് കിടന്നു പോയാലും നമ്മളെ നോക്കാനുള്ള ആളുകളുണ്ട്. ആ സ്നേഹം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സ്നേഹത്തിന്റെ സെന്ററിലാണ് ഞങ്ങള്. അടിപൊളി. അതെ, അതങ്ങനെ തന്നെ ആവട്ടെ. ഞങ്ങള് സ്നേഹത്തിന്റെ ഫുഡിന്റെ രണ്ടും പറയണല്ലോ. കാലിക്കറ്റ് ഓക്കെ. പാവടാ, നമുക്ക് കിട്ടുന്ന ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ. ആർക്കാണ് കൂടുതൽ പേടി? പേടി അവൾക്ക് ആണല്ലേ? ചിലപ്പം ഒരു സ്ട്രേഞ്ച് സ്ഥലത്ത് പോകുന്നതിന്റെ അതില്ല. അങ്ങനെയില്ല. എനിക്ക് ഒരൊറ്റ പേടിയുള്ളൂ, വണ്ടി ഓടിക്കാൻ. അല്ലാതെ ഞാൻ സോളോ ട്രിപ്പൊക്കെ മണാലിയൊക്കെ ഇന്ന് ചിന്തിച്ച് നാളെ പെട്ടിയെടുത്ത് പോയ ആളാ ഞാൻ. 25 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് തോന്നുമ്പോ ഞാൻ ട്രിപ്പ് അടിക്കും. അങ്ങനെ രാത്രി പേടിയില്ല, പ്രേതപ്പേടി അങ്ങനത്തെ ഒന്നുമില്ല. പ്രേതത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു. അത് പ്രജേട്ടനാ പ്രേതപ്പേടിന്റെ ആളിതാ. പ്രേതം എന്ന് കേട്ടാ ഏട്ടാ ഇന്ന് ഓടിയെടുത്ത് മറ്റേ ഇത് പറയത്തില്ലേ, പുലി ഓടിയെടുത്ത് പുല്ല് മുളക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി ഇപ്പോഴും ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ? ഉണ്ട്, ഏട്ടന് പ്രേതത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയല്ല, ഞങ്ങള് ഏറ്റവും എനിക്ക് ചില സംഭവത്തില് അതായത് രാത്രി ഉറക്കില്ലാതെ ഇങ്ങനെ പേടിച്ച് കിടക്കണ സമയത്ത്, അന്ന് അച്ഛമ്മ മരിച്ച സമയമായിരുന്നു. വീട്ടില് തറവാടാ, ഞങ്ങളൊരു 10-18 ആളൊരു വീട്ടിലാ. എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രി ഇങ്ങനെ ഒരു ജനവാതിൽ ഇങ്ങനെ കിടക്ക് എന്ന് പറഞ്ഞാൽ കുറ്റി ഇളകുക. കാറ്റത്തായിരിക്കാം, കാറ്റത്ത് ഇങ്ങനെ ഇളകുന്നതാ.
അപ്പോൾ ഞാൻ കാറ്റത്ത് ഇങ്ങനെ ഇളകി ഇങ്ങനെ എനിക്കത് സ്വപ്നം കണ്ടതല്ല എന്നുള്ള എനിക്ക് അത്രയും ഉറപ്പാ. ആണ് ആ സൗണ്ടും ഞാൻ ആ പുറത്തുള്ള നിലാവെളിച്ചും ആ വാതിലിലെ ജനവാതിലിൽ ഇളക്കും. അപ്പം ഞാൻ അതിങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അനിയനും അടുത്ത് കുറേ ആൾ, ഞാൻ നടുവിലാ കിടക്കണേ, എന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, പേടിയായിട്ട് ഇവരൊക്കെ നല്ല ഉറക്കും, ഞാൻ ഇവരെ തട്ടുന്നുണ്ട്, ഇവർ പക്ഷെ ബോധമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതാക്കി കിടക്കുക. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ്, ഞാൻ ഉറങ്ങിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തലക്കും മറിഞ്ഞു ഒക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ആ ജനവാതിലിൻ്റെ കുറ്റിയിട്ടിരിക്കണം. അടിച്ചിരുന്ന തന്നെ അത് ഞാൻ സ്വപ്നം കണ്ടതല്ല എന്നുള്ള എനിക്ക് അത്ര ഉറപ്പാ. അച്ഛമ്മ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതായിരിക്കും. അയ്യോ, ഞാൻ അല്ലാതെ പ്രേതത്തിനെ കണ്ടതല്ല, ഇതുപോലത്തെ സിറ്റുവേഷനില്ലേ അത്. പിന്നെ ഒരു ദിവസം ഞാനിവള് റൂമിൽ നിന്ന് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ വീട്ടിലൊരു പ്രിൻസ് പറഞ്ഞിട്ട് നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓടി വന്ന് അതിങ്ങനെ ഓടി വരും കച്ചറ ഉണ്ടാക്കുക. എന്നെയായിട്ട് ഭയങ്കര ലവിങ്, അവളായിട്ട് അത്ര അല്ല. അപ്പോൾ എൻ്റെ ആ നായ്ക്കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കച്ചറ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് റൂമിൽ നിന്ന് ഒരാൾ പാസ് ചെയ്തു. റൂമിൽ നിന്ന് ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് പാസ് ചെയ്തു. നിങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. റൂമിൽ നിന്ന് പെട്ടെന്ന് ഒരു സാധനം പാസ് ചെയ്തു. ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ ഇവള് എന്നോട് പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഈ വീട്ടിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എനിക്കുണ്ടായ സെയിം ഫീലിങ്സ് അവൾക്ക് ഉണ്ടായി. കണ്ടു. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു ഹാലൂസിനേഷൻ ആയിരിക്കും. ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. ഞാനത് ഇതില് ഒരു തുള്ളി കലർപ്പില്ല കേട്ടോ. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞില്ല, ഞാൻ അവളോട് പറഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് അതങ്ങോട്ട് ഞാനത് എനിക്കെന്തോ തോന്നിയതാവുന്ന വിചാരിച്ചു. അതായത് നിഴലാണ് നിങ്ങൾ കണ്ടത്. ഒരാളങ്ങോട്ട് ഇങ്ങനെ ഓടിപ്പോയ മാതിരി ഒരു അത് പ്രജേട്ടനും ഒരേ സമയത്ത് അങ്ങനെ കണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു വ്യക്തിയെ കണ്ടു. ശമ്പൂരിനോട് വർത്തമാനം പറയുമ്പോ ഇവിടുന്ന് ഒരാൾ പാസ് ചെയ്ത് അങ്ങനെ അറിയാം എന്താന്നറിയില്ല ആ ഒരു അവസ്ഥ. അപ്പൊ നമ്മള് അത് കണ്ടിട്ട് ഇവള് ഉറങ്ങി. ഉറക്കത്തിന് വിളിച്ചെണീപ്പിച്ച് മോളെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ചെന്ന നായ്ക്കുട്ടി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവൻ പേടിച്ചു കൊടുത്തില്ലേ പുറത്തേക്ക്. ഇവർക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും, സയന്റിഫിക് ആയിട്ട് എടുക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ. ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. ഇവൻ എന്താ, അവൻ അവിടെ കൂളായിട്ട് ഞാൻ നോക്കുമ്പോ ബോളും കടിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നിയായിരിക്കുന്നു. പക്ഷെ ഏട്ടൻ ഇങ്ങനത്തെ ചെറുത് കണ്ട ഏട്ടന്റെ കഥ കഴിഞ്ഞു. പിന്നെ ഒരു ആഴ്ചത്തേക്ക് കൊറേ ഉണ്ട് ഏട്ടന്, കൊറേ സ്റ്റോറീസ് ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോ വണ്ടിന്റെ ബാക്കിൽ ആരോ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നലുകൾ. അത് കറക്റ്റ് ആ വെയിറ്റ് നമുക്ക് നമ്മളെ ബാക്കിൽ ഒരാൾ ഇരുന്ന അങ്ങനെ ഉണ്ടാവും. ആ വെയിറ്റ് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നട്ടപ്പാതിരിക്ക് ഒരു ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അത് നമുക്ക് അതൊക്കെ ഞാൻ വളരെ പേടിച്ചു പോയൊരു സംഭവമാണ്. അത് ഇപ്പൊ പറയുന്ന പോലെയല്ല. ആ സിറ്റുവേഷൻ ഇപ്പൊ ആൾക്കാർക്ക് പറയുമ്പോ ഇവനെന്ത് തള്ളാണെന്നൊക്കെ തോന്നും. പക്ഷെ ആ സിറ്റുവേഷൻ വല്ലാണ്ട് പേടിച്ചിരുന്നു. ഭയങ്കര. എനിക്ക് അങ്ങനത്തെ യാതൊരു പേടികളും ഇല്ല. ഇവിടെ ശ്രീയേട്ടൻ ശ്രുതിക്കൊക്കെ പ്രേതത്തിന് പേടിയാണ്. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. എനിക്ക് വണ്ടി, അത് ഞാൻ വീണതുകൊണ്ടാണോന്ന് അറിയില്ല, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി സ്പീഡ് കൂടുമ്പോൾ തന്നെ എനിക്ക് മറ്റേ പാൽപിറ്റേഷൻ വരും, എൻ്റെ ഉള്ളം കൈ വേർക്കും. ഞാൻ വിചാരിക്കും വണ്ടി ഓഫ് ചെയ്തിട്ട് ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു സാധനം വരാൻ തുടങ്ങി. പിന്നെ അതേമാതിരി ഒരു ദിവസം പിന്നെ ഹൈറ്റും. ഈവനിങ്ങിൽ ഞാൻ ഒരു കുളത്തില് മുങ്ങി കുളിക്കാൻ പോയി. മുങ്ങി കുളിക്കാൻ പോയപ്പോ ഞാൻ അവിടുന്ന് മുങ്ങി ഇങ്ങനെ ഇതാക്കിയപ്പോ പെട്ടെന്ന് വെള്ളത്തിന്റെ ഉള്ളിൽ വേറെ ആരോ കൂടെ എന്റെ കൂടെ ഉള്ള പോലെ വെള്ളത്തിനടിയില്. അത് പെട്ടെന്ന് എണീറ്റപ്പോ വെള്ളം ഫുള്ളും സൈലന്റ്. ഈവനിങ് ഞാന് അപ്പൊ തന്നെ അന്നെന്റെ ഒറ്റയ്ക്ക് പിന്നെ കുളത്ത് പോയില്ല. ഞാനിങ്ങനെ ചില കഥകൾ ഞാനിങ്ങനെ കേൾക്കും. ആരോ നമ്മള് വെള്ളത്തിൽ മുങ്ങി ചാവ ആരോ പിടിച്ചു വലിക്കുന്നതാ, രക്ഷകൻ, നമ്മളെ ഒന്നെങ്കിൽ പിടിച്ചു വലിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചാവുക, നമ്മുടെ മുന്നിലേക്ക് കാലം വരിക. അങ്ങനെ ഒരു പേടി മുങ്ങിയുള്ള മരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്താ. വെള്ളം കുടിച്ച എക്സ്പീരിയൻസ് ഒരാൾക്കും അങ്ങനെ ഒരു മരണം. ഏട്ടൻ ശരിക്കും തീർന്നു പോണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇവര് നാട്ടിലെ കോറിയുടെ കല്ലുവെട്ടുകുഴി എന്ന് പറയും, അവിടെ കുളിക്കാൻ പോയ സമയത്ത് ഇവര് ഏട്ടനും ശ്രീയേട്ടനും ശ്രുതിയും വേറൊരു കസിൻ ബ്രദറൂടെ പോയി. ഇവര് രണ്ടുപേരും മുങ്ങിപ്പോയി. അന്ന് ശ്രീയേട്ടന് നീന്തൽ പോലും അറിയില്ല. എന്നിട്ട് പുള്ളി എടുത്തു ചാടി, നീന്താൻ അറിയാത്ത ആള് ചാടി രക്ഷിച്ച, അല്ലെങ്കിൽ കഥ കഴിഞ്ഞു. ഫ്യൂച്ചർ പ്ലാനിങ് ആരായിരിക്കും കൂടുതൽ? ഫ്യൂച്ചർ പ്ലാന് ഒന്നുമില്ല. ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞല്ലോ കേട്ടോ, നമ്മളങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ പറയാറ് കുഞ്ഞുവാവ ഉണ്ടായാലും എങ്ങനെ അത് മാത്രമേ. പിന്നെ സിനിമയിൽ ഇനി ഏട്ടനൊരു ഹീറോ ഒക്കെ ആവാം, അത് എനിക്കൊരു ആഗ്രഹമുള്ള ആയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ആ പ്ലാനുകളുണ്ട്.
അതൊക്കെ തന്നെ. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ തള്ളി, ഞാൻ പറഞ്ഞ അല്ലു അർജുൻ എന്ന് അറിയില്ല, അല്ലു അർജുന് പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉണ്ടെന്നാ കേട്ടോ, നമ്മളെന്നാ ഒരെണ്ണം വാങ്ങുക. അപ്പൊ പ്രജന പറയും ജെറ്റ് വാങ്ങാൻ പ്രശ്നമില്ലടാ, പക്ഷെ ഇത് എവിടെ നിർത്തിയിടുന്നുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഫ്യൂച്ചർ ആയിട്ട്, അതായത് മനസ്സിലായില്ലേ, ഭയങ്കര കോമഡി പ്ലാനുകളൊക്കെ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഒരെണ്ണ ഉള്ളൂ, ഒരു സെഗ്മെന്റ് ആണ് അത്. ഒരു ഇംഗ്ലീഷ് കഫേയുടെ ഒരു സെഗ്മെന്റ് ആണ്, ഒരു മലയാളം പാട്ട്, നല്ലൊരു പാട്ട്. ആ ലിറിക്സ് ഞാനത് ഇംഗ്ലീഷിൽ പറയും, എന്നിട്ട് അത് ഏത് മലയാളം പാട്ടാന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ഭയങ്കര ഈസി ആയി. പക്ഷെ ഓ പറയട്ടെ. ഓ ദ ഈവനിങ് ഓഫ് വൈശാഖ മന്ത്, what is that on your lips? വൈശാഖ സന്ധി. നിന്റെ വൈശാഖ മന്തിലാണ് പോയി പോയത്, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു നിൻചുണ്ടിലെന്ത്. ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിച്ചോളൂ. ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ? ഞാനും കൂടാ. ഞാൻ പാടി ആളുകൾ കൂട്ടോ. ഇവിടെ ലൈവ് കൂവലില്ല, കമന്റ് കൂവലല്ലേ ഉള്ളൂ. കമന്റ്സ് കൂവല് നീ കാണില്ലല്ലോ, ഞാനല്ലേ കാണുക. അതെ, ലാസ്റ്റ് ഒരു പാട്ടോട് കൂടി നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. യെസ്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി വീട്ടിൽ സൗഖ്യമാനാൻ ഇன்று സൗഖ്യമേ, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அது எழுத நினைப்பேல் வார்த்தை முட்டது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. എന്തൊരു പൊളിയല്ലേ, പാട്ട് പാടാറുണ്ടല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, ഇവനാണ്. ഇപ്പൊന്നും ഞാൻ പബ്ലിക്കായിട്ട് കാണുന്നില്ലല്ലോ, എന്റെ കഴിവുകൾ കാണണ്ടേ ആളുകൾ. കാണുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നൈസ് ടൈം വിത്ത് യു. സീരിയസ്ലി ഗ്രേറ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ഇരിക്കുന്നു തോന്നിയില്ല. അത് ശംഭു കൂടി നമ്മള് തമ്മില് കാലങ്ങൾക്ക് ശേഷം ഒരു കോൺവെർസേഷൻ. ശംഭു ചേട്ടനും കൂടി ആയപ്പോഴേ അതിനൊരു ഭയങ്കര നമ്മള് ഭയങ്കര ചേട്ടാന്നൊന്നും വിളിച്ച അവനെ വലിയ മുതുക്കനാക്കില്ലേ, നിങ്ങൾ ഒരു പ്രായം. ഞാൻ ശംഭു ചേട്ടനെ വിളിക്കാം, മോളാണ്, നിങ്ങളാണ് ഫ്രണ്ട്സ്. ശംഭു ചേട്ടന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അപ്പൊ അന്നുള്ള ശംഭു ചേട്ടനും ഇതുപോലെ ഭയങ്കര ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളും പാസ്റ്റിൽ ജീവിക്കുന്ന ഒരാളുമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മള് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ശംഭു ചേട്ടൻ മറക്കാതെ നമ്മള് ഭയങ്കര ഡെയിലി കോണ്ടാക്ട്സ്. ഞാൻ അതിനുശേഷം എറണാകുളം പോയപ്പോഴും 3 വർഷത്തിന് ശേഷം കൊച്ചി പോയി, രാത്രി ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞ് കാർ എടുത്ത് ഞാൻ നിൽക്കുന്നോടെ തന്നെ വന്ന് കണ്ടിട്ട്. അപ്പൊ അത്രയ്ക്കും നമ്മളെ ഫാമിലിയിൽ അത്രയ്ക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ താഴ്മയിലും ഇപ്പൊ പോലും ശംഭു ചേട്ടൻ നമ്മളെടുത്ത് വന്നിരിക്കണത് നമ്മളോടുള്ള ആ ഒരു അത്രയും ലവിങ്ങും ആ ബന്ധത്തിന്റെ പവറാണ്. അപ്പോൾ ജിഞ്ചർ മീഡിയ എന്ന് പറയുന്നത് നമ്മളെ അത്രയും ദൂരത്ത് നമ്മളെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര വന്ന് ശംഭു ചേട്ടനെ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് അത് ചെയ്യിപ്പിക്കണം. ഒറ്റ മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ശംഭു ചേട്ടന് ഇത്രയും വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ ചെയ്യുന്ന ആങ്കർ നമ്മളെ അതില് ഒരാളാക്കിയതില് ഒരുപാട് സന്തോഷം. ശംഭു ചേട്ടാ, ജിഞ്ചർ മീഡിയ, ഈ 2 ക്യാമറ ചേട്ടന്മാർക്കും ഒരു ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചോണ്ടാ 2 പേര് അപ്പുറം ഇരിക്കണം. എനിക്കും തിരിച്ച് ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും വലിയ നിലയിൽ തീർച്ചയായിട്ടും അത് പറയണമല്ലോ, എത്തിയിട്ടും നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോഴും അത് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് സന്തോഷമല്ലേ, മ്യൂച്വലി. പിന്നെ അപ്പൊ 2 പേർക്ക് ഓരോ ബിരിയാണി അളിയാ. അപ്പൊ സന്തോഷം, താങ്ക് യു സോ മച്ച്. പലരും ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല, ചേട്ടനുണ്ടാവുമായിരിക്കും. എനിക്ക് നിന്നിലൂടെയെങ്കിലും അതൊന്ന് കേൾക്കണം. കണ്ട ആൾക്കാർ താഴെ കമന്റ് ഇടായിരുന്നു എപ്പോഴും. അതും പിന്നെ ശംഭു ചേട്ടന് ഇഷ്ടമുള്ള ഒരാൾ. ശരി ശരി, ഉറപ്പായിട്ടും. ഹലോ, I am Dulquer Salman. ഹായ് പ്രജൻ. ഞാൻ ആക്ച്വലി അല്ല വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്റെ വാപ്പച്ചി ഇടയ്ക്ക് പറയും ഇങ്ങനെ കുറെ പെൺപിള്ളേരുടെ കൂടെ ഡാൻസിങ് റിയലി വെൽ. ശരിക്കും എനിക്ക് കാലിക്കറ്റ് വരുമ്പോൾ എനിക്കൊന്ന് കാണണമെന്നുണ്ട് പ്രജനെ. പക്ഷെ കൂടുതൽ പെൺപിള്ളേരൊന്നും വേണ്ട കേട്ടോ, എന്റെ കഞ്ഞിൽ പാറ്റി എടുക്കരുത്. ഓക്കെ, ബൈ. മൈക്കില് ലൈവില് ചെയ്തപ്പോ അന്ന് കേട്ടതാ, ഞാൻ പിന്നെ കേട്ടിട്ടില്ലല്ലോ. ഒരാളൂടെ ശംഭു ചേട്ടൻ കോൺഫിഡന്റ്
നമ്മുടെ രമേശ് പിഷാരടി ചേട്ടനില്ലേ, പുള്ളി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ. ജയറാമേട്ടൻ പറയുന്നത് ഞാനും ധർമ്മജനോട് തിരിച്ചു വന്നപ്പോ ഫ്ലൈറ്റ് കയറി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും മുകേഷ് ഏട്ടൻ പറയും ധർമ്മജൻ ഇവിടെ ഇരുത്തുണ്ട് അങ്ങോട്ട് ഇരുത്തും. എന്നെ പറയാം എന്റെ പ്രജനെ അടിപൊളി പരിപാടി കേട്ടോ, നീ പിന്നെ എല്ലാ പെണ്ണുങ്ങളുടെ എല്ലാ പ്രാവശ്യം പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കരുത് കേട്ടോ, നമുക്ക് നമ്മളെ കൂടെ ഒക്കെ ഒന്ന് വിളിക്കാം. അയ്യോ എന്റെ പൊന്നളിയാ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ഇത് നേരിട്ട് കേൾക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. സത്യം മിക്കവരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ അവരവരെ ശബ്ദം തന്നെയാവാറ്, പക്ഷെ ഇത് പക്കയായിട്ട് അവരെ കറക്റ്റ് ആ മോഡുലേഷൻ ക്യാച്ച് ചെയ്തല്ലോ. നൈസ്, അടിപൊളി. ഇനി ആരാ വേണ്ടത് അടുത്ത് പറയൂന്നൊക്കെ. അടിപൊളി സംസാരം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അടിപൊളി. ഓക്കെ ബൈ. ഓക്കെ.